Hello everyone, welcome back to the channel. Plus 2 Mathematics Revision Series ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. Solve the LPP graphically. Minimize z equal to minus 3x plus 4y subject to the constraints x plus 2y less than or equal to 8, 3x plus 2y greater than or equal to 12, x, y greater than or equal to 0. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഗ്രാഫിക്കലി സോൾവ് ചെയ്യണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമുക്ക് മിനിമൈസേഷൻ ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. ഇതിനകത്ത് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട് അല്ലേ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, രണ്ട് കൺസ്ട്രെയിൻ്റ് ഉണ്ട്, ഒപ്പം ഒരു നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷനും ഉണ്ട്. അതായത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വാഡ്രന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റീസിൽ നിന്ന് നമ്മൾ ഇക്വേഷൻസ് ഫോമിൽ എഴുതും. ആ ഇക്വേഷൻസിൻ്റെ അതായത് ഓരോ ലൈൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക, ഓരോ ലൈൻസിൻ്റെ ഇക്വേഷൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ആ ലൈൻസ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇൻഇക്വാലിറ്റി നോക്കുവാണെങ്കിൽ, ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് നോക്കുവാണെങ്കിൽ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്നാണ്. അപ്പോൾ നമ്മളത് ഈക്വൽ ടു 8 എന്നായിട്ട് എടുക്കും. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8. അപ്പോൾ ഇതൊരു ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് 2 പോയിന്റ് വേണം മിനിമം. ആ 2 പോയിന്റ് കാണാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, എക്സിന് ഞാൻ ആദ്യം 0 കൊടുത്തു നോക്കും, കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് എന്ത് വാല്യൂ വരും നോക്കുക. എക്സിന് ഇവിടെ 0 കൊടുത്താൽ ഈ ടൈം 0 ആയിപ്പോയി. 2y ഈക്വൽ ടു 8 എന്ന് വരും. 2y ഈക്വൽ ടു 8, അതായത് y ഈക്വൽ ടു 8/2 ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ വൈയുടെ വാല്യൂ 4 ആയി. ഇനി വൈക്ക് ഞാൻ 0 ആയാൽ കൊടുക്കണമെങ്കിൽ ഈ ടൈം 0 ആയിപ്പോവും. അപ്പോൾ എക്സിൻ്റെ വില എന്ത് വരും? 8 വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ വരയ്ക്കാനുള്ള പോയിന്റ്സ് കിട്ടി അല്ലേ. ഫസ്റ്റ് ലൈൻ വരയ്ക്കാനുള്ള പോയിന്റ്സ് കിട്ടി. പോയിന്റ്സ് ഏതൊക്കെയാണ്? 0, 4ഉം 8, 0യും. 0, 4ഉം 8, 0യും. ഈ 2 പോയിന്റാണ് നമുക്ക് ഈ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടിയിരിക്കുന്ന 2 പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ ഇത് ആദ്യത്തെ ലൈനിൻ്റെ. ഇനി രണ്ടാമത്തെ ലൈൻ ഏതാ എടുക്കേണ്ടത്? 3x plus 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണ് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഫോമിൽ എടുക്കുമ്പോൾ 3x plus 2y ഈക്വൽ ടു 12 എന്ന് എടുക്കാം. 3x plus 2y ഈക്വൽ ടു 12 എന്ന് എടുക്കുക. അതായത് ഈ ലൈനിലുള്ള 2 പോയിന്റുകൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം എക്സിന് 0 കൊടുക്കുക. ഇവിടെ എക്സിന് 0 കൊടുത്താൽ ഈ ടൈം മൊത്തം 0 ആയി പോവും. അപ്പോൾ 2y ഈക്വൽ ടു 12 എന്ന് വരും. 2y ഈക്വൽ ടു 12 ആണെങ്കിൽ y എന്ത് വരും? 12/2 ദറ്റ് ഈസ് 6. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതാം. ഇനി ഞാൻ എന്ത് കൊടുക്കണം? വൈക്ക് 0 കൊടുക്കണം. വൈക്ക് 0 കൊടുത്താൽ ഈ ടൈം 0 ആയി പോവും. അപ്പോൾ 3x ഈക്വൽ ടു 12 എന്ന് വരും. 3x ഈക്വൽ ടു 12 എന്ന് വരും. 3x 12 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? 12/3 ദറ്റ് ഈസ് 4 എന്ന് വരും. അപ്പോൾ എക്സിന് 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? 0, 6. രണ്ടാമത്തെ പോയിന്റ് 4, 0. അപ്പോൾ ഈ ലൈൻ വരയ്ക്കണമെങ്കിൽ ഈ 2 പോയിന്റുകൾ നമുക്ക് മതി. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് ഈ 4 പോയിന്റും മാർക്ക് ചെയ്യുക. ഈ 2 പോയിന്റ് ഉപയോഗിച്ച് ഈ ലൈൻ വരയ്ക്കാം, ഈ 2 പോയിന്റ് ഉപയോഗിച്ച് ഈ ലൈനും വരയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റിൻ്റെ വാല്യൂ 0, 0 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കിയിട്ട് ഏത് റീജിയൻ ആണെന്ന് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് കോമൺ റീജിയൻ വരുന്ന ഏതാണോ ആ പോർഷൻ നമ്മുടെ ഫീസിബിൾ റീജിയൻ ആവും. അതിൻ്റെ കോർണർ പോയിന്റുകൾ കണ്ടുപിടിക്കണം. ഓരോ കോർണർ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ കിട്ടുന്ന വാല്യൂകളിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കണേ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർണർ പോയിന്റ് ഏതാണ് അതുമായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഗ്രാഫ് വരയ്ക്കണം. ഈ പോയിന്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇനി ഗ്രാഫിൽ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഫസ്റ്റത്തെ പോയിന്റ് ഏതായിരുന്നു? 0, 4. രണ്ടാമത്തെ പോയിന്റ് 8, 0. ഇത് രണ്ടും ഗ്രാഫിൽ മാർക്ക് ചെയ്താൽ ഇവിടെയാണ് 0, 4 എന്നുള്ള പോയിന്റ്, 8, 0 എന്നുള്ള പോയിന്റ് ഇത് 8, 0. ഈ 2 പോയിന്റുകൾ ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കണം. അടുത്ത ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട പോയിന്റ്സ് 0, 6, ദെൻ 4, 0. 0, 6 എന്നുള്ള പോയിന്റ് എവിടെ വരും? ഇതാ ഇവിടെ വരും. 0, 6. ദെൻ 4, 0 എന്നുള്ള പോയിന്റ് ഇവിടെ വരും. ഈ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കണം. അപ്പോൾ ഈ 2 പോയിന്റ് ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു. ഇനി എന്ത് വേണം? ഫീസിബിൾ റീജിയൻ നമുക്ക് മാർക്ക് ചെയ്യണം. ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യാൻ നമുക്ക് ഓരോ ഇൻഇക്വാലിറ്റീസ് നമ്മൾ നോക്കാം. തന്നിരിക്കുന്ന ഓരോ ഇൻഇക്വാലിറ്റീസും നമ്മളെടുത്ത് നോക്കുക. ഫസ്റ്റത്തെ ഇൻഇക്വാലിറ്റി ഏതായിരുന്നു? എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അപ്പോൾ ഗ്രാഫിൻ്റെ ഏത് പോർഷനാണ് നമ്മുടെ
ഫീസിബിൾ റീജിയൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 0 0 ഒറിജിൻ 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ രണ്ടിടത്തും എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ 0 + 0 എന്ന് വരും. ഒരു 0 <= 8 ശരിയല്ലേ? 0 <= 8 ആണ്. അപ്പോൾ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് തന്നെ ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഗ്രാഫിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ ലൈൻ ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ ലൈൻ x + 2y <= 8. ആദ്യത്തെ ലൈൻ വരച്ചത് ഇതല്ലേ? x + 2y = 8 എന്നുള്ള ലൈനാണിത്. ഈ ലൈൻ 3x + 2y = 12 എന്ന് പറഞ്ഞ ലൈനാണിത്. അപ്പോൾ രണ്ട് ലൈനിൻ്റെ റീജിയൻ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇതിൽ 0 0 കൊടുത്തപ്പോൾ 0 <= 8 എന്ന് കിട്ടി. ഫസ്റ്റത്തെ ഇൻഇക്വാലിറ്റി ട്രൂ ആയിട്ട് കിട്ടി അല്ലേ? ഒറിജിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ട്രൂ ആയിട്ട് കിട്ടി. അപ്പോൾ ഒറിജിൻ്റെ സൈഡിലേക്ക് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടി. ഒറിജിൻ്റെ സൈഡിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്താൽ x + 2y = 8. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ താഴ്ഭാഗത്തേക്ക്. അപ്പോൾ ആരോ മാർക്ക് എങ്ങോട്ട് കൊടുക്കണം? താഴത്തേക്ക്. താഴത്തേക്ക് വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി നോക്കാം. 3x + 2y > or = 12. 3x + 2y > or = 12 എന്നാണ് നമ്മുടെ ഇൻഇക്വാലിറ്റി. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 0 0 കൊടുക്കുക. 0 0 കൊടുക്കുമ്പോൾ എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ 0 + 0 again 0. 0 is greater than or equal to 12 എന്നാണ് വരുന്നത്. ശരിയാണോ? 0 greater than or equal to 12നേക്കാളും ഗ്രേറ്ററോ ഈക്വലോ ആണ്? അല്ല, രണ്ട് കണ്ടീഷനും അല്ല. ഗ്രേറ്ററും അല്ല, ഈക്വലും അല്ല. അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ? എന്താണ്? ഫോൾസ് ആണ്. ഇത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യണം റീജിയൻ? ഈ ലൈനിൽ നിന്നും അകന്നു പോകുന്ന രീതിയിൽ, പുറത്തോട്ട് പോകുന്ന രീതിയിൽ വേണം റീജിയൻ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈൻ. ആ ലൈനിൽ നിന്നും പുറത്തോട്ട് പോകുന്ന രീതി, ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്നതല്ല, ഒറിജിനിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ അതായത് ഇങ്ങോട്ട് പുറത്തോട്ട്, ഒറിജിനിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക. ഇനി ഫീസിബിൾ റീജിയൻ നമ്മൾ മാർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ആദ്യത്തെ ലൈൻ നോക്കിയപ്പോൾ ഇത് താഴത്തോട്ടാണ് അതിൻ്റെ റീജിയൻ വരുന്നത്. രണ്ടാമത്തെ ലൈൻ നോക്കുമ്പോൾ അത് പുറത്തോട്ടാണ് പോകുന്നത്. ഇത് രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാണ്? ഇവിടെ ടോപ്പ് ഭാഗത്ത് ഇവിടെ ഒന്ന് പുറത്തോട്ടും ഇതൊന്ന് അകത്തോട്ടും. പക്ഷെ ഇവിടെ ഇൻ്റർസെക്ഷന് ശേഷം രണ്ടും കോമൺ പോർഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലത്തെ ഒരു പോർഷനിൽ രണ്ടിലും കോമൺ റീജിയൻ വരുന്നുണ്ട്. അപ്പോൾ ഈ കോമൺ റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഷെയ്ഡഡ് പോർഷനാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ ആയിട്ട് വരിക. ഇനി ഇതിൻ്റെ കോർണർ പോയിന്റ്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ, അതായത് ഇത് ഒരു കോർണർ പോയിന്റ്, ഇതൊരു കോർണർ പോയിന്റ്, ഇതൊരു കോർണർ പോയിന്റ്. അപ്പോൾ ABC എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ. ആൻഡ് ദ കോർണർ പോയിന്റ്സ് ആർ ABC. ഓക്കെ, പോയിന്റ്സ് ABC. അപ്പോൾ എന്ത് എഴുതണം? ഫീസിബിൾ റീജിയൻ ഈസ് ABC അല്ലേ? ABC എന്ന് പറയുന്നതാണ് ഫീസിബിൾ റീജിയൻ. ആൻഡ് കോർണർ പോയിന്റ്സ് ആർ, കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? ABC. അവിടെ എ എന്താ, ബി എന്താ, സി എന്താ? മൂന്നും എഴുതണം അല്ലേ? എ അറിയാമോ, ബി അറിയാമോ, സി അറിയാമോ? എ നമുക്കറിയില്ല അല്ലേ? എ കണ്ടുപിടിക്കണം. രണ്ട് ലൈൻസിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് ആണ്. പക്ഷെ ബി അറിയാം, 4 0 അറിയാം, സി 8 0 അറിയാം. അപ്പോൾ എ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എ കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ഈ രണ്ട് ലൈൻസിൻ്റെയും കൂടെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ട് ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എ. സോ രണ്ട് ലൈനും കൂടെ സോൾവ് ചെയ്താൽ കിട്ടുന്ന XY വാല്യൂസ് ആണ് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിയും സിയും എന്തൊക്കെയാണ്? 4 0 8 0. ബി എന്ന് പറയുന്നത് 4 0, സി എന്ന് പറയുന്നത് 8 0. അത് രണ്ടും കിട്ടി. ഇനി എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുക. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു? x + 2y = 8. x + 2y = 8. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? 3x + 2y = 12. 3x + 2y = 3x + 2y = 12. ഓക്കെ, 3x + 2y = 12.
ഇനി ഇത് രണ്ടും സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളുണ്ട്. ഏറ്റവും എളുപ്പമുള്ള രീതി നമ്മൾ നോക്കാം. ഇവിടെ ഒന്നുകിൽ കോയിഫിഷ്യൻസ് നമുക്ക് ഒരുപോലെ ആക്കിയിട്ട് നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോയിഫിഷ്യൻസ് ഒരുപോലെ ആക്കേണ്ട കാര്യമില്ല. ഇവിടെ നോക്കിയേ, എക്സിൻ്റെത് ഡിഫറെൻ്റ് ആണ് കോയിഫിഷ്യൻ്റ്, പക്ഷേ വൈയുടെ എന്താണ് സെയിം ആണ്, 2 തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈയുടെ ടേം അങ്ങ് പൊക്കോളും. 2 ഇക്വേഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ എക്സ് മൈനസ് 3x എന്ന് വരും. എക്സ് മൈനസ് 3x, എക്സ് മൈനസ് 3x എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻറ്റ് സൈൻസ് ആണ്. ഇതിനെ എക്സ് പ്ലസ് മൈനസ് 3x എന്ന് കൊടുക്കാമല്ലോ, 2 ഡിഫറെൻറ്റ് സൈൻസ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കാം. അപ്പോൾ മൈനസ് 2x എന്ന് വരും. ഇവിടെ എന്ത് എഴുതണം? മൈനസ് 2x. ഇവിടെ വൈയുടെ ടേം പൊക്കോളും, ഇപ്പോൾ എഴുതണ്ട. ബാക്കി വരുന്നത് റൈറ്റ് സൈഡിൽ എന്ത് വേണം? 8 മൈനസ് 12. 8 മൈനസ് 12. ഇവിടെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സൈൻസ് ആണ്. 8 മൈനസ് 12 എങ്ങനെ എഴുതാം? 8 പ്ലസ് മൈനസ് 12 എഴുതാമല്ലോ. അപ്പോൾ 8 മൈനസ് 12 എന്ത് വരും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. മൈനസ് 4 എന്ന് വരും. മൈനസ് 4. ഇവിടെ എന്ത് വരും? മൈനസ് 4. അപ്പോൾ മൈനസ് 2x ആണ് മൈനസ് 4. അപ്പോൾ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് പൊക്കോളും. സോ 2x ഈക്വൽ ടു 4 എന്ന് വരും. അതായത് എക്സ് ഈക്വൽ ടു 4/2, ദറ്റ് ഈസ് 2. എക്സ് 2 എന്ന് കിട്ടി. എക്സ് 2 ആണെങ്കിൽ y കണ്ടുപിടിക്കാമല്ലോ. ഈ 2 ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷനിൽ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ 2 പ്ലസ് 2y ഈക്വൽ ടു 8. അങ്ങനെയെങ്കിൽ 2y എന്ത് ചെയ്യണം? 2y കിട്ടാൻ എന്ത് ചെയ്യണം? ഈ 2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 8 ഉണ്ട്. 8 എഴുതി. ഈ 2 വലത്തോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് 2 ആയി മാറും, സൈൻ മാറും. 8 മൈനസ് 2 എന്ന് പറഞ്ഞത് 6. അപ്പോൾ 2y ഈക്വൽ ടു 6 വരും. അതായത് y ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 2. ഇവിടെ പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. ഇവിടെ ആഡ് ചെയ്തേക്കുമായിരുന്നു, അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് മൈനസ് ചെയ്തത്, സബ്ട്രാക്ട് ചെയ്തത്. ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് ഇവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. സോ y ഈക്വൽ ടു 6/2, അതായത് 3 എന്ന് വരും. y ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ പോയിന്റ് എങ്ങനെ എഴുതണം? എക്സ് കോർഡിനേറ്റ് ആദ്യം, എക്സ് കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് 3. എക്സ് കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് 3. അപ്പോൾ 2, 3 എന്ന് പറയുന്നതായിരിക്കും ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എ എന്നുള്ള പോയിന്റ് 2,3. ഓക്കെ, 2,3 ആയിരിക്കും ഇവിടുത്തെ പോയിന്റ്. ഇനി എന്ത് വേണം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അതായത് മിനിമൈസേഷൻ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. മൈനസ് 3x പ്ലസ് 4y. ഇതിൻ്റെ ഇസഡ് വാല്യൂസ് ഓരോ പോയിന്റിലും A, B, C എന്നുള്ള 3 പോയിന്റിലുള്ള ഇസഡ് വാല്യൂസ് കണ്ടുപിടിക്കണം. അതായത് കോർണർ പോയിന്റ്സിലുള്ള ഇസഡ് വാല്യൂസ് കണ്ടുപിടിക്കണം. മിനിമൈസേഷൻ ഫംഗ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും മിനിമം വാല്യൂ എടുക്കണം. അപ്പോൾ നമ്മൾ കോർണർ പോയിന്റിൽ ഉള്ള ഓരോ ഇസഡ് വാല്യൂസ് ആദ്യം കണ്ടുപിടിക്കും. ഇപ്പോൾ കോർണർ പോയിന്റ്സ് എന്നുള്ള ഒരു കോളം കൊടുക്കുക. ദെൻ രണ്ടാമത് വാല്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു മൈനസ് 3x പ്ലസ് 4y. ആദ്യം എ എന്നുള്ള പോയിന്റ് ഏതായിരുന്നു? 2, 3. ഇപ്പം 2, 3ൽ A23 എന്നുള്ള പോയിന്റാണ്. ഇസഡിൻ്റെ വാല്യൂ എഴുതുക. ഇസഡ് ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു എക്സ്. മൈനസ് 3 ഇൻറ്റു എക്സ് വാല്യൂ എന്താണ്? 2. മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു വൈ. വൈയുടെ വാല്യൂ ഇവിടെ 3. വൈയുടെ വാല്യൂ 3. അത് കൊടുത്താൽ മൈനസ് 3 ഇൻറ്റു 2 മൈനസ് 6 വരും. 4 ഇൻറ്റു 3 12 വരും. മൈനസ് 6 പ്ലസ് 12. മൈനസ് 6 പ്ലസ് 12. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. അപ്പോൾ 12ൽ നിന്ന് 6 പോയാൽ 6, പോസിറ്റീവ് 6 വരും. ഈ രണ്ടാമത്തെ കോർണർ പോയിന്റ് ഏതാണ്? B40 ആണ്. അപ്പോൾ B40ൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എഴുതുക. B4,0. അതിൽ ഇസഡ് വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഇസഡ് ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു എക്സ് വാല്യൂ ഇവിടെ എന്ത് വരും? 4 ആണ്. അപ്പോൾ 4 കൊടുക്കുക. പ്ലസ് 4 ഇൻറ്റു വൈ വാല്യൂ ഇവിടെ 0 കൊടുക്കുക. ദാറ്റ് ഈസ് 4 ഇൻറ്റു മൈനസ് 3 മൈനസ് 12 എന്ന് വരും. പ്ലസ് 4 ഇൻറ്റു 0 0, അതായത് മൈനസ് 12 എന്ന് തന്നെ വരും. മൂന്നാമത്തെ കോർണർ പോയിന്റ് ഏതാണ്? C80. അപ്പോൾ 80ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇസഡ് ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു ഇവിടെ എക്സ് വാല്യൂ 8, അപ്പം മൈനസ് 3 ഇൻറ്റു 8 പ്ലസ് 4 ഇൻറ്റു വൈ. വൈ വാല്യൂ ഇവിടെ 0. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു 8 മൈനസ് 24 എന്ന് വരും. ഇവിടെ പ്ലസ് 0 വരും. മൈനസ് 24. ഓക്കെ, അപ്പം 3 കോർണർ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മിനിമൈസേഷൻ ഫംഗ്ഷനാണ്. മിനിമൈസേഷൻ ഓഫ് ഇസഡ്
മിനിമൈസ് ഇസഡ് ഈക്വൽ ടു -3x + 4y എന്നാണ് നമുക്ക് തന്നിരുന്നത് അല്ലേ. ഇതിനകത്ത് ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ വരിക? ഇവിടെ 6, ഇത് -12, -24. ഏറ്റവും ചെറുത് ഏതായിരിക്കും? -24 ആയിരിക്കും ഏറ്റവും ചെറുത് അല്ലേ. അപ്പോൾ അത് ഒക്കർ ചെയ്യുന്ന പോയിന്റ് C80 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ, മിനിമം ഓഫ് ഇസഡ് ഈസ് -24 at the point C8,0. C80യിലാണ് മിനിമം വാല്യൂ ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അതുപോലെ വെക്റ്റർ 3D ടോപ്പിക്സും അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.